മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തള്ളി ഇലക്ഷൻ കമ്മീഷൻ. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. രാഹുലിന്റെ പരാമർശം നിയമത്തോടുള്ള അനാദരവ് മാത്രമല്ല, സ്വന്തം പാർട്ടി പ്രവർത്തകർക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്നത് എന്നും കമ്മീഷൻ പറയുന്നു. ആർ അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഇത് നേരത്തെ മുന്നോട്ട് വെച്ച ആരോപണമാണ്. രാഹുൽ ആ നിലപാട് മാറ്റുന്നില്ല. എന്താണ് കമ്മീഷന്റെ വിമർശനം, അച്യുതൻ? ഉന്മേഷ്, കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ അട്ടിമറി അത് ബീഹാറിലും BJP പരാജയപ്പെടാൻ ഇടയുള്ള സംസ്ഥാനങ്ങളിലും സംഭവിക്കും എന്ന തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശേഷിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പരാമർശം നിയമത്തോടുള്ള അനാദരവ് കൂടിയാണ്. ആരോപണം ആദ്യം ഉയർന്നപ്പോൾ തന്നെ, അതായത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ കോൺഗ്രസ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും പരാതി നൽകുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ പാർട്ടിക്ക് കൃത്യമായ മറുപടി നൽകിയതാണ്. ആ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും ലഭ്യമാണ്. എന്നിട്ടും ഈ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. വസ്തുതകളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. വോട്ടർമാരിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകാത്തപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുവീഴ്ച ചെയ്തുവെന്ന ആരോപണങ്ങൾ ഉയർത്തുന്നു. ഇത് അസംബന്ധമാണ് എന്നാണ് കമ്മീഷന്റെ വിമർശനം. ഈ തെരഞ്ഞെടുപ്പ് സുതാര്യതയ്ക്കായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ നിരാശപ്പെടുത്തുന്നത് കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പരാമർശങ്ങൾ എന്നുകൂടിയാണ് ഇപ്പോൾ കമ്മീഷൻ വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത്. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.